രാജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ചെമ്മീൻ മുളക് പൂശം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ പുളിയൊന്നും ചേർക്കില്ല അതിൽ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നേന്ത്രക്കായ, അതായത് ഏത്തക്കായ എന്നും പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നേന്ത്രക്കായ എന്നാണ് പറയണത്. അത് നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ ഞാൻ തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തു കേട്ടോ. തേങ്ങ ചേർക്കാം. നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഇതാണ് ചെമ്മീൻ മുളക് പൂശം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പുണ്ടോ നോക്കാം. ഏത്തക്കായ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് വെള്ളം നമ്മൾ ഇത്തിരി കൂടി വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ചെമ്മീൻ്റെ കഷ്ണം മുങ്ങി തപ്പണതിൽ കാണണമെങ്കിൽ തോന്നുന്നു. ചെമ്മീൻ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു പണിയേ ഉള്ളൂ, വെളിച്ചെണ്ണ ഒഴിക്കൽ. നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും ഒഴിക്കാം. ആവശ്യമുള്ളത്ര ഒഴിച്ചാൽ മതി. എരിവും ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാം.